ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്നിരുന്ന പെട്രോളുണ്ടല്ലോ, പെട്രോൾ നല്ല രീതിയിൽ മായമുള്ള പെട്രോളായിരുന്നു. തന്നെയുള്ള കാർബറേറ്ററൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് പ്ലഗ് മാറ്റിയൊക്കെ ഇട്ടതിന് ശേഷമൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. മായമുള്ള പെട്രോൾ എന്ന് പറയാൻ കാരണമുണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഏകദേശം നമുക്കിത് ഇത്രയും പെട്രോൾ ഇതിനകത്തുണ്ട്. ഇത്രയും പെട്രോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഊറ്റിയെടുത്താണ്. പക്ഷേ ഈ പെട്രോൾ ഒഴിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മിസ്സിങ് കാണിക്കണം. അതേപോലെ സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുകയുടെ പ്രശ്നം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ പെട്രോൾ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്, ഓടിച്ച് നോക്കിയത്. അപ്പോൾ നിലവിൽ ഇത് നല്ല രീതിയിൽ മായം. ഓൾറെഡി നമുക്കിപ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് കിട്ടണത്. അത് ഓൾറെഡി മായമുള്ളതാണ്. ഇത് അതിനേക്കാളും വേറെ എന്തോ എനിക്കത് മിക്സ് ആയിട്ടുണ്ട്. എന്നാൽ ഇത്രയും പെട്രോൾ ഉണ്ട് താനും കേട്ടോ. അപ്പോൾ ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ 100 പെട്രോൾ അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടാങ്കൊക്കെ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. ഇതായിരിക്കണം പെട്രോളിൻ്റെ ടാപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ടാപ്പും ആ പൈപ്പൊക്കെ മാറ്റി കാർബറേറ്ററിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ ലൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ലൈനറാണ്. പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം കൂടുതൽ പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, നമുക്കിത് ഇനി മാറ്റണ സമയത്ത് ഒറിജിനൽ ഇട്ടാൽ മതി, കമ്പനിയായിട്ട് ഇട്ടാൽ മതി. എന്തായാലും ഇത് പുത്തൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ബ്രേക്കാണ്, പുതിയ ബ്രേക്ക്. അപ്പോൾ പരമാവധി ഉപയോഗിച്ച് തീർക്കുക. എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചേക്കല്ലേ. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ. ഏകദേശം അതിൻ്റെ ഒരു 90% തീർന്നൊരവസ്ഥയിലാണ് നിൽക്കണേ. അപ്പോൾ ടയറൊന്നും മാറ്റണ കേസ് പരിഗണിക്കുക. ഇപ്പോൾ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. പിന്നെ മാറ്റിയിടുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കമ്പനി മോഡൽ ഇടണതാണ് നല്ലത് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ അതിൻ്റെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനും സ്മൂത്ത് ആയിരിക്കും. അതായത് അതിരിക്കുന്ന ഫ്രണ്ട് വീലിൻ്റെ ടയറാണ്. അപ്പോൾ അത് ആ റിമ്മേപ്പാടി അഴിച്ച് നമുക്ക് ബാക്കിലേക്ക് ഇടാം. ഈ ഡിസ്ക് അഴിച്ചിട്ട് ഇതുമ്പോൾ പുതിയ ടയർ സെറ്റ് ചെയ്തിട്ട് ഇത് നേരെ ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിലത്തെ ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, ചെറിയൊരു നനവ് പോലെ വന്നിട്ടുണ്ട് തന്നെ. അപ്പോൾ നമുക്ക് കയ്യോടെ ആ ഓയിൽ സീൽ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം, ഒറിജിനൽ ബെൽറ്റാണ്. ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ. ഈ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്ലച്ച് ഷൂ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ക്ലച്ച് ഷൂ ആണ്. ഈ ഐറ്റം നമ്മൾ എവിടെയോ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. അത് ക്ലച്ച് ഔട്ടർ ക്ലിയറായിട്ട് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് വൈബ്രേഷനായിട്ടായിരിക്കും കാണിക്കുക, ഫ്രണ്ട് ജർക്കിംഗ് ആയിട്ടായിരിക്കും കാണിക്കുക. പക്ഷേ അതിൻ്റെ മൂലകാരണം ഈ സാധനമാണ്. ബാക്ക് സൈഡിൽ നിന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉപയോഗിക്കുന്നത് മൂലം ക്ലച്ച് ഔട്ടർ കൃത്യമായിട്ട് അതുമ്പോൾ പിടിക്കാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ ജർക്കിംഗ് അനുഭവപ്പെടും. അത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്കിതുമ്പോൾ വന്നേക്കണേ. അതായത് എഞ്ചിൻ ഹാങ് ചെയ്തിട്ടേക്കാം. അപ്പോൾ സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് ആയതുകൊണ്ട് കൂടി ഫ്രണ്ട് ജർക്കിംഗ് നല്ല രീതിയിൽ കാണിക്കും. എന്നാൽ ടെലിസ്കോപ്പിക് ആണെങ്കിൽ അത്രയും പ്രോബ്ലം വരില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു 100% പരിഹാരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നിലവിൽ കോൺസെപ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുഷിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. അതൊക്കെ ക്ലിയർ ചെയ്താലും ഈ ക്ലച്ച് ഷൂ ഇതുള്ളത് കൊണ്ട് 100% പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ക്ലച്ച് ഷൂ പുതിയ ക്ലച്ച് ഷൂ ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിട്ടാണ്. പക്ഷേ ഈ ക്ലച്ച് ഷൂ ഉള്ളത് കൊണ്ട് തന്നെ ആ ജർക്കിങ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ക്ലച്ച് ഔട്ടറും ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം ഈ ക്ലച്ച് ഷൂ മാറ്റി കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോഴാണ് അത് ഒരു പരിഹാരമാവുള്ളൂ കേട്ടോ. ഇത് നമുക്കിപ്പോൾ തൽക്കാലം ഇത് പുതിയതാണ്, നമുക്ക് യൂസ് ചെയ്യാം, അത് വേണമെങ്കിൽ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ജർക്കിങ് കംപ്ലയിൻറ്റ് ഇങ്ങനെ കാണിക്കുമെന്നുള്ളൂ. ആ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഓടണ സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഈ നെട്ടൊക്കെ വെട്ടിരുമ്പ് ചിറ്റിയൊക്കെ വെച്ച് വെട്ടിയിട്ടൊക്കെയാണ് അഴിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അഴിച്ച്, നമുക്ക് ഓരോ സ്പെഷ്യൽ ടൂളൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ ഇതൊന്ന് അഴിച്ചിട്ട് നെട്ട് മാത്രം ഒന്ന് മാറ്റിയിട്ടേക്കാം. കൂട്ടത്തിൽ അത് ഗ്രീസും ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, നിലവിൽ ഓക്കെയാണ്.
ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലിങ്കിൻ്റെ ബുഷാണെങ്കിൽ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിക്കോളും. പിന്നെ ഷോക്കിൻ്റെ ഈ ബുഷുണ്ട്, അതും അത്യാവശ്യം പ്ലേ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. മറ്റേത് ലിങ്ക് കോളർ മാത്രം മാറ്റിയാൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കി. ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഇന്നലെ അയച്ച് ചാർജിലിട്ടാണ്. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടു. ഇന്നലെ നൈറ്റ് ഫുള്ള് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.72 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ലോഡ് ടെസ്റ്റ് എടുത്താൽ, ലോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് ചാർജ് എടുക്കും. ആ എടുക്കുന്നത് നമ്മളിവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രത്തോളം ഡൗൺ ആയി പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 7.437 വരെ തന്നെ ഉണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ, സെൽഫ് എടുക്കുക പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ, അതെ ടയർ ഈ ഒരു അവസ്ഥയാണ്. ഏറെക്കുറെ 90% ഫ്രണ്ടിലത്തേയും തീർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഒരു വൈബ്രേഷൻ ബബ്ലിങ് കാണിക്കുന്നത് ടയറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ 2 ടയറും മാറ്റേണ്ടതാണ്. ഇനി അതല്ല ബാക്കിലത്തെയാണ് പെട്ടെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് ഇത് റൊട്ടേഷനിലേക്ക് ചെയ്ത് ആ രീതിയിൽ ഉപയോഗിക്കാം. കഴിയുമെങ്കിൽ രണ്ടും മാറ്റി കളയാം. രണ്ടും ഏകദേശം അതിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. പിന്നെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഇവിടെ ഹാൻഡിൽ ബെയറിങ് സെൻറ്റർ ബെയറിങ് തന്നെയാണ്. അത് നല്ല രീതിയിൽ അടിയുണ്ടായിരുന്നു. തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടൈറ്റ് കാണിക്കും, എന്നാലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ പഴക്കമുള്ളതല്ല, പക്ഷേ അത് ഐറ്റം ഷോർട്ടായി പോയേക്കണം. മറ്റേ ഈ പ്ലഗ് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലഗ് മാറ്റി പുതിയതിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് അത് ഈ ഭാഗത്തായിട്ട് തന്നെയാണ്, സ്പോഞ്ച് ടൈപ്പാണ്. അത് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട്. പിന്നെ ഇത് പെട്രോൾ ടാപ്പ് പൈപ്പ് ഇതൊക്കെ നമ്മൾ മാറ്റി ഇപ്പോൾ സെറ്റ് ചെയ്തതിനാണ്. പിന്നെ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അത്യാവശ്യം നമുക്ക് വർക്കുണ്ട്. അപ്പോൾ ഞാൻ ടയർ അതിനകത്ത് ഉൾപ്പെടുത്തണില്ല. ബാക്കിയത്തെ ഡാമേജുള്ള പാർട്സുകൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ബ്രേക്ക് ലൈനറും ഈ വന്ന ക്ലച്ചസും ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ് കേട്ടോ. അതും ഇപ്പോൾ നമ്മൾ മാറ്റാനൊന്നും പറയണമെന്നില്ല, കാരണം ബ്രേക്ക് ഷൂ നമുക്ക് ഉപയോഗിച്ച് മാറ്റിയാൽ മതി. ക്ലച്ചിൻ്റെ പ്രോബ്ലം വരാമെന്ന് പറഞ്ഞാൽ ജർക്കിങ് കംപ്ലയിൻ്റാണ് കാണിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്കത് കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റിക്കളയാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ മാറ്റാം. പക്ഷേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ റിപ്ലൈ ഇട്ടാൽ മതി. നമ്മളതൊന്നും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിനകത്തേക്ക് വരും. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമുക്കിട്ട് ആ രീതിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.